പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സ്ഥാനമൊഴിയാൻ പോകുന്നു, നരേന്ദ്രമോദി സ്ഥാനമൊഴിയും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്നാൽ 2029 മോദി തന്നെ പ്രധാനമന്ത്രിയായി വരണം എന്നാണ് രാജ്യത്ത് നടന്ന സകല സർവേ ഫലങ്ങളിലും ജനങ്ങൾ പറയുന്നതും. നരേന്ദ്രമോദി മാറി നിൽക്കുമ്പോൾ യോഗി ആദിത്യനാഥാണ് അടുത്ത പ്രധാനമന്ത്രിയായി വരും എന്ന അഭ്യൂഹങ്ങൾ പരത്തുന്നത് സംഘപരിവാർ അണികൾ. എന്നാൽ യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യം തന്നെയാണ്. യോഗിയെക്കാളും എക്സ്പീരിയൻസ് ഉള്ള നേതാക്കൾ BJP-യിലുള്ള ഈ ഘട്ടത്തിൽ യോഗിയെ പ്രധാനമന്ത്രിയാക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും ഇതിന് യോഗി ആദിത്യനാഥ് ഒരു മറുപടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്കുള്ള മത്സരത്തിലേക്കാണെന്നും തൻ്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളുണ്ടെന്നും ഉള്ള റിപ്പോർട്ടുകളോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പ്രധാനമന്ത്രി മോദിയുടെ വിരമിക്കലിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും യോഗിയുടെ ഈ പ്രധാനമന്ത്രി പദത്തിൻ്റെ ചർച്ചയൊക്കെ കയറി വന്നത്. യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയാക്കുമോ എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയം എൻ്റെ മുഴുവൻ സമയ ജോലിയല്ല എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൻ്റെ രാഷ്ട്രീയ ജീവിതം, BJP-യിലെ പിൻഗാമി, ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ, ദിശ എന്നിവയെക്കുറിച്ച് യോഗി ആദിത്യനാഥ് വാർത്താ ഏജൻസിയുമായി നടത്തിയ ദീർഘനേര ചർച്ചയിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സംഭാഷണത്തിൻ്റെ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം വളരെ രസകരമാണ്. യോഗി ആദിത്യനാഥിനോട് RSSന് താങ്കളെ ഇഷ്ടമാണ്, മോദിജിക്കും നിങ്ങളെ വളരെ ഇഷ്ടമാണ്, ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം നിങ്ങളെ മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് യോഗി ആദിത്യനാഥിനോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി രാഷ്ട്രീയം എൻ്റെ മുഴുവൻ സമയ ജോലിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഉത്തർപ്രദേശിലെ ജനങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു യോഗിയാണ്, നമ്മൾ ജീവിക്കുന്ന കാലത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിനൊരു സമയപരിധി ഉണ്ടാകും എന്നാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ വിവാദത്തിന് ഒരു അന്ത്യമായി എന്നാണ് ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.